ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ 8154. ഈ സന്ധ്യാസമയത്ത് മഴയത്ത് ഡ്രൈവ് ചെയ്ത് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പിറവത്താണ്. പിറവത്തു നിന്നുള്ള 10 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പിറമാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് അരീക്കൽ ഫെസ്റ്റ് കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് വരികയാണെങ്കിൽ 15 കിലോമീറ്റർ, പിറവത്തുനിന്ന് 10 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ അരീക്കൽ വാട്ടർഫോൾസിലേക്കുള്ള ദൂരം. അത് ഈ വാട്ടർഫോൾസിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് നമ്മുടെ ഈ ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫെസ്റ്റ് എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. അരീക്കൽ ഫെസ്റ്റ് 2026 2026 ഓഗസ്റ്റ് 25 മുതൽ 29 വരെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം 6 മണി മുതൽ അരീക്കൽ വാട്ടർഫോൾസിലേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. ഇന്നേ ദിവസം, അതായത് ഓഗസ്റ്റ് 25 വൈകുന്നേരം 7:30 കേരളം നെഞ്ചിലേറ്റിയ നാടൻ പാട്ടിൻ്റെ ശബ്ദം ശ്രീമതി പ്രസീത ചാലക്കുടീസും പതി ഫോക്ക് ബാൻഡും ചേർന്ന് നടത്തുന്ന തൃശ്ശൂരിൻ്റെ നാടൻ പാട്ട് സംഗീത സന്ധ്യയോടുകൂടി അരീക്കൽ ഫെസ്റ്റ് എന്ന പൂരം കൊടിയേറുകയായി. തുടർന്നുള്ള ദിവസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് 27 വൈകുന്നേരം 7:30 മെട്രോ രാമമംഗലം അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ലൈറ്റ് ഷോയും, ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച മഹാത്മാ അരീക്കലിൻ്റെ ഓണാഘോഷ പരിപാടികളും, തുടർന്ന് വൈകുന്നേരം 7:30 സിനി ആർട്ടിസ്റ്റായ ശ്രീ വിനീത് വി ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂട്ടും, ഓഗസ്റ്റ് 29 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് അരീക്കൽ ഫെസ്റ്റ് സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യുകയും, തുടർന്ന് 7:30 മൂവാറ്റുപുഴ കുന്നലക്കാടൻസ് അവതരിപ്പിക്കുന്ന വയലിൻ ചെണ്ട ഫ്യൂഷൻ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊന്നും ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ കാണാനായിട്ടാണ് പോകുന്നത്. ഈ അരീക്കൽ ഫെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ കണ്ണുകൾ പോകുന്നത് ഈ അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക്. ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് വേണം മുകളിൽ നമ്മുടെ ഫെസ്റ്റ് കണ്ടു മടങ്ങാനായിട്ട്. ഫെസ്റ്റിന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ആ ഒരു ചെറിയ ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ ഫെസ്റ്റിലേക്ക് പോകും. ഈ അരീക്കൽ വാട്ടർഫോൾസ് പകൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ലൈറ്റ് ഇട്ട് നൈറ്റിൽ ഇതുപോലത്തെ ഒരു കാഴ്ച ആദ്യത്തെ ഒരു അനുഭവം. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. എല്ലാവരും ഇത് വന്ന് കാണും. ഒരു കാരണവശാലും മിസ് ചെയ്യും. അതായത് 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെ 4 ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഈ ഷോകളും, പിന്നെ അതുപോലെയാണ് നമ്മൾ ഈ വാട്ടർഫോൾസ് തന്നെ കണ്ടിട്ട് തന്നെ തിരിച്ചു പോകണം. ഒരു കാരണവശാലും ഈ ഒരു കാഴ്ചകൾ മിസ് ചെയ്യും. ഇനി നമുക്ക് നേരെ ഫെസ്റ്റിലേക്ക് പോവാം. പ്രസീത ചാലക്കുടീസും പതി ഫോക്ക് ബാൻഡ് ചേർന്ന് നടത്തുന്ന തൃശ്ശൂരുടെ നാടൻ പാട്ട് സംഗീത സന്ധ്യ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഇന്നത്തെ പ്രൗഢ ഗംഭീരമായ ഈ വേദി തൃശ്ശൂർ പതി ഫോക്ക് ബാൻഡിന് പ്രസീത ചാലക്കുടി ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകിയ അരീക്കൽ ഫെസ്റ്റിന്റെ മുഴുവൻ സംഘാടകർക്കുള്ള നന്ദി ഞങ്ങൾ ആദ്യമേ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഏതൊരു നാടൻ പാട്ട് സംഘവും ഒരു വേദിയെ അരങ്ങുണർത്തുന്നത് 30 കോടി ദൈവങ്ങളെ തോറ്റുണർത്തി ഒരു തോറ്റംപാട്ടോട് കൂടിയാണ്. അതുപോലെ ഞങ്ങൾ 30 കോടി ദൈവങ്ങളെ തോറ്റുണർത്തി ഒരു തോറ്റംപാട്ടോട് കൂടി ഈ വേദിയെ അരങ്ങുണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അരീക്കലിന്റെ മണ്ണിലെ വലിയൊരു ഫെസ്റ്റ് അതിമനോഹരമായി ഇന്ന്
ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളെ വിളിച്ചതിന് ഹൃദയത്തിൽ തൊട്ട നന്ദി. വാരി പിടിച്ച് സംഘാടക സമിതി അംഗങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞോണ്ട് പാട്ടിലേക്ക് പോകട്ടെ. അയ്യോ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിങ്ങോട്ട് ഉറക്ക മറുപടി പറഞ്ഞ് പാട്ടിലേക്ക് പൊക്കോട്ടെ. ആയിക്കോട്ടെ. ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്നത് കുറെ സുന്ദരിമണികളിലെയാണ്. അപ്പൊ ഈ കൂട്ടത്തില് ആ സുന്ദരികൾ മാത്രം ഒന്ന് കൈപ്പൊക്കിയാൽ ഞാൻ നോക്കട്ടെ. ഞാൻ സുന്ദരി, ഞാൻ കൈപ്പൊക്കി. ആരൊക്കെ പൊക്കും? കണ്ട ഒരു സുന്ദരം വരെ കൈപ്പൊക്കി. സുന്ദരികൾക്ക് വേണ്ടിയുള്ള പാട്ടിലേക്ക് പോവാണ്. ആദ്യത്തെ പാട്ട് സുന്ദരികൾക്ക് വേണ്ടി. വിനോദ് ചേട്ടാ ഒന്ന് പോടെ. നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനല്ലേ നിറമല്ലേടി നിന്നെ കാണാ.
ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ. ഇന്നത്തെ നാടൻ പാട്ടിൻ്റെ കലാവിരുന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള ദിവസങ്ങളിലെ പ്രോഗ്രാംസോടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കുക.